റഷ്യയുമായി ബന്ധപ്പെട്ട സമുദ്ര ഭീഷണികളെ നേരിടാൻ രണ്ടും കൽപ്പിച്ച് നീങ്ങുകയാണ് ഡെൻമാർക്ക്. ചെറുത്തുനിൽപ്പിന്റെ ഏറ്റവും പുതിയ നീക്കങ്ങളിൽ പുതിയ നാവിക കപ്പലുകൾക്കായി $614 മില്യൺ ചെലവഴിക്കാൻ ഒരുങ്ങുകയാണ് ഡെൻമാർക്ക്. പെട്രോളിംഗ്, എണ്ണ ചോർച്ചയോടുള്ള പ്രതികരണം, കടലിനടിയിലെ കേബിളുകളുടെ നിരീക്ഷണം എന്നിവയ്ക്കായി 26 നാവിക കപ്പലുകൾ നിർമ്മിക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഡെൻമാർക്ക് ഏകദേശം $4 ബില്യൺ അതായത് $614 മില്യൺ ചെലവഴിക്കുമെന്ന് പ്രതിരോധ മന്ത്രി ട്രോൾസ് ലണ്ട് പോൾസൺ അറിയിച്ചു. 2022 റഷ്യ യുക്രൈൻ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം വൈദ്യുതി കേബിളുകൾ, ടെലികോം ലിങ്കുകൾ, ഗ്യാസ് പൈപ്പ് ലൈനുകൾ എന്നിവയെ ബാധിക്കുന്ന നിരവധി തകരാറുകളെ തുടർന്ന് ബാൾട്ടിക് കടൽ രാജ്യങ്ങൾ അതീവ ജാഗ്രത പാലിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു നീക്കം വരുന്നത്. നോർഡ് സ്ട്രീം ഗ്യാസ് പൈപ്പ് ലൈനുകൾ അട്ടിമറിച്ചതുൾപ്പെടെയുള്ള സംഭവങ്ങൾ പ്രാദേശിക സുരക്ഷാ ആശങ്കകൾ ഉയർത്തിയിട്ടുമുണ്ട്. തടസ്സങ്ങളിൽ പങ്കില്ലെന്ന് റഷ്യ ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു. ഫ്രിഗറ്റുകൾ, വിമാനങ്ങൾ, നാവിക ഡ്രോണുകൾ എന്നിവ വിന്യസിച്ചുകൊണ്ട് നേറ്റോ സഖ്യം ഈ മേഖലയിൽ നിരീക്ഷണവും പ്രതിരോധവും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ഉപരോധങ്ങളെ ധിക്കരിച്ച് എണ്ണ, ആയുധങ്ങൾ, ധാന്യങ്ങൾ എന്നിവ കൊണ്ടുപോകാൻ റഷ്യ ഉപയോഗിക്കുന്ന ഷാഡോ ഫ്ലീറ്റ് എന്നറിയപ്പെടുന്ന കപ്പലുകളാണ് വളർന്നുവരുന്ന ഏറ്റവും വലിയ ആശങ്ക. ഇന്ന് കടലിൽ നേരിടുന്ന ഭീഷണികൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പുള്ളതിനേക്കാൾ വ്യത്യസ്തവും അതുപോലെ വളരെ ഗുരുതരവുമാണ്. പ്രത്യേകിച്ച് സാങ്കേതിക വികസനം മിന്നൽ വേഗത്തിൽ നീങ്ങുമ്പോൾ ഭീഷണിപ്പെടുത്തുന്ന റഷ്യയോട് പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് പ്രതിരോധ മന്ത്രി പോൾസൺ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. നാവിക പദ്ധതിയെക്കുറിച്ചുള്ള കരാറോടെ വിശാലമായ ഭീഷണികളെ നേരിടാൻ ഡാനിഷ് സമുദ്ര പ്രതിരോധത്തെ പ്രാപ്തമാക്കുന്നതിനുള്ള ആദ്യപടിയായ നിരവധി അടിയന്തര സംഭരണങ്ങൾ ആരംഭിക്കുകയാണ് എന്നും പ്രസ്താവനയിൽ പറയുന്നു. ഒരു ദശാബ്ദത്തിലേറെ കാലത്തെ പ്രതിരോധ ചെലവുകളിൽ വലിയ വെട്ടിക്കുറവുകൾ വരുത്തിയ ശേഷം കഴിഞ്ഞ വർഷം ഡെൻമാർക്ക് 10 വർഷത്തെ കാലയളവിലേക്ക് 190 ബില്യൺ ഡാനിഷ് ക്രൗൺ സൈന്യത്തിനായി അനുവദിച്ചിരുന്നു. നോർഡിക് രാജ്യം പ്രധാനമായും ലക്ഷ്യമിടുന്നത് എനർജി പ്രൊഡക്ഷനും ട്രാൻസ്മിഷനുമായുള്ള അന്തർവാഹിനി കേബിളുകളും പൈപ്പ് ലൈനുകളും സംരക്ഷിക്കുക, റഷ്യൻ ഷാഡോ ഫ്ലീറ്റിൽ നിന്ന് ഡാനിഷ് ജലാശയങ്ങളിലെ സമുദ്ര പരിസ്ഥിതിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ഭീഷണികളിൽ നിന്നും സംരക്ഷണം വർദ്ധിപ്പിക്കുക എന്നിവയാണ്. 26 കപ്പലുകൾക്ക് പുറമെ അനാവശ്യമായ അണ്ടർ വാട്ടർ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും തിരിച്ചറിയാനും ഇതിന് കഴിയുന്ന ഡ്രോണുകളും സോണാർ സംവിധാനങ്ങളും ഡെൻമാർക്ക് സ്വന്തമാക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. നേറ്റോ സഖ്യകക്ഷികളുമായി ഉൾപ്പെടെ സഹകരിച്ച് നിരവധി കപ്പലുകൾ ഡെൻമാർക്കിൽ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് സർക്കാർ പറഞ്ഞെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല.